നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കണം. ആദ്യം തന്നെ പോകേണ്ടത് കൊല്ലത്ത് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കുന്നിക്കോട് 13-കാരിയെ കാണാതായി എന്നുള്ളതാണ്. ആവണീശ്വരം കുളപ്പുറം കോട്ടയിൽ വീട്ടിൽ ഫാത്തിമയാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത്. കുന്നിക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. വിനീഷ്, ഇന്നലെ ഉച്ച മുതൽ അല്ലേ? ഇപ്പോൾ മണിക്കൂറുകൾ ഒരുപാട് സമയം പിന്നിടുകയാണ്. ഇന്നലെ ഉച്ച മുതൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം. അത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എപ്പോഴാണ് ഈ പരാതി പോലീസിലെത്തിയത്? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, 13-കാരിയാണ് കാണാതായിരിക്കുന്നത്. ആവണീശ്വരം സ്വദേശിനിയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കുട്ടി കാണാതെയായിരിക്കുന്നത്. ഈ കുട്ടിയുടെ വീട്ടിലെ അമ്മ കുട്ടിയെ ശകാരിച്ചു എന്നുള്ള കാരണത്താലാണ് ഇപ്പോൾ കുട്ടി മിസ്സിംഗ് ആയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുന്നിക്കോട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് കുന്നിക്കോട് സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത്. ഈ കുട്ടി ഇങ്ങനെ ശകാരിച്ചു എന്നുള്ള കാരണത്താൽ ഈ കുട്ടിയെ കാണാതെയായി എന്നാണ് മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നത്. ആദ്യം കുട്ടിയുടെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും കുട്ടി എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു 6 മണിയായിട്ടും കുട്ടി വീട്ടിൽ എത്താത്തതിനെ തുടർന്നാണ് സ്റ്റേഷനിലേക്ക് അവർ പരാതി നൽകിയത്. പക്ഷേ ഏകദേശം ഒരു 16 മണിക്കൂർ സമയം പിന്നിട്ടിട്ടും ഈ കുട്ടി ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 13-കാരിയെയാണ് ഇപ്പോൾ മിസ്സിംഗ് കേസ് എടുത്തിരിക്കുന്നത്. കുന്നിക്കോട് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ദൃശ്യത്തിൽ കാണുന്ന ഈ കുട്ടിയുടെ ഫോട്ടോ തിരിച്ചറിയുന്നവർ കുട്ടിയെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കുന്നിക്കോട് സ്റ്റേഷനിലോ അറിയിക്കണം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ രഞ്ജിത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും കുട്ടിക്കായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു വരികയാണ്. രഞ്ജിത്ത്, ഈ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? എന്തെങ്കിലും ഈ വീട്ടുകാർ പങ്കുവെക്കുന്നുണ്ടോ? പോലീസിന് നൽകിയ പരാതിയിൽ അല്ലെങ്കിൽ വിവരങ്ങളിൽ വീട്ടിലെന്തെങ്കിലും വഴക്കോ ഈ കുട്ടിയെ ശകാരിക്കുന്ന കാര്യങ്ങളോ മറ്റോ സംഭവിച്ചിരുന്നോ? മാതാപിതാക്കൾ മുത്തശ്ശിയൊക്കെ ഉള്ള വീടാണെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തൊക്കെയാണ് ഇതിന്റെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ, തീർച്ചയായും ഒരു പരാതിയിൽ പറയുന്നത് കുട്ടിയുടെ വീട്ടിൽ മുറ്റത്ത് വെച്ചിട്ട് കുട്ടിയുടെ അച്ഛന്റെ മാതാവ് എന്തോ വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്നാണ് കുട്ടി കാണാതെയായതെന്നാണ് ഈ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നത്, രഞ്ജിത്ത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാരണത്താൽ ഒരു കുട്ടി മിസ്സിംഗ് ആവുക എന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പോഴത്തെ പുതുതലമുറയെ കുറിച്ച് നമ്മളൊരു ആശങ്കപ്പെടുന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ കുട്ടി കണ്ടെത്തും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും വീട്ടുകാരും അടക്കം. കുന്നിക്കോട് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഈ ബന്ധുവീടുകളിലും ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ വീടുകൾ, അവിടെയൊക്കെയുള്ള അന്വേഷണമൊക്കെ പൂർത്തിയായിട്ടുണ്ടോ വിനീഷ്? അവിടെയൊന്നും കുട്ടിയില്ല എന്നുള്ളതാണോ? ഒരുപക്ഷെ ബസ് കയറിയോ ട്രെയിൻ കയറിയോ ഒക്കെ പോകാനുള്ള പരിചയമൊക്കെ കുട്ടിക്കുണ്ടോ? പഠിക്കുന്നത് എവിടെയാണ്? സമീപത്തുള്ള സ്കൂളിൽ തന്നെയാണോ? ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള പരിചയം വേണമല്ലോ പോകണമെങ്കിൽ. തീർച്ചയായും ഇതിപ്പോ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ സംഭവമാണ് ഇത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക്. അപ്പം 6 മണിയായിട്ടും കുട്ടിയെ കാണാതെയായി എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ബന്ധുക്കളുടെയും അതുപോലെ കുട്ടിയെ പഠിക്കുന്ന കൂട്ടുകാരുടെ എല്ലാം ഇവർ അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇവർ ചോദിച്ചു അവിടെയൊന്നും എത്തിയിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പാണ് ഇവർക്ക് ലഭിച്ചത്. അങ്ങനെയാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നതും. എന്തായാലും സമീപത്തുള്ള വീടുകളിലൊന്നും കുട്ടിയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോ ഈ ഇതിപ്പോ സൂചിപ്പിച്ചതുപോലെ ട്രെയിൻ കയറി പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയെ കാണാതെയായതിനെ തുടർന്ന് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും 13 വയസ്സുള്ള കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അമ്മ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് ഈ കുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നത്. ആവണീശ്വരത്താണ്, കൊല്ലത്ത് ആവണീശ്വരത്താണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും പോലീസിന്റെ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാകും എന്ന് നമുക്ക് കരുതാം. എസ് വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.